ഗുഡ് ഈവനിങ്. നമ്മളിന്ന് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ കോണിക് സെക്ഷനിൽ തന്നെയുള്ള ഒന്നായിട്ടുള്ള എലിപ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എലിപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു റൈറ്റ് സർക്കുലർ കോണിനെ ഇൻക്ലൈൻഡ് പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പിനെയാണ് എലിപ്സ് എന്ന് പറയുന്നത്. ആ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കോണിനെ കട്ട് ചെയ്യുന്ന ആ ഒരു കട്ടിംഗ് പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് സെമി കോൺ ആംഗിളിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇതുപോലെ ഒരു എലിപ്സ് കിട്ടുക. മാത്രമല്ല നമ്മൾ ആ കട്ട് ചെയ്യുന്ന സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ജനറേറ്റേഴ്സിനെയും കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് നമുക്കൊരു എലിപ്സ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു സർക്കിളിൽ നിന്ന് കുറച്ചൊന്ന് വലിച്ചു നീട്ടിയതുപോലെയുള്ള ഒരു ഷേപ്പാണ് നമുക്ക് എലിപ്സിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സർക്കിളിനാണെന്നുണ്ടെങ്കിൽ ഒരു സെന്റർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എലിപ്സിന് പക്ഷെ രണ്ട് ഫോക്കസുകളുണ്ട്. അപ്പൊ ഇവിടെ കാണുന്നത് ഒരു ഫോക്കസ് ആണ്, ഈ കാണുന്ന പോയിന്റ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു ഫോക്കസ് കൂടിയുണ്ട്. അങ്ങനെ രണ്ട് ഫോക്കസ് ഉള്ള ഒരു സെക്ഷനാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഇനി ഈ എലിപ്സിനകത്ത് കുറച്ച് പോയിന്റ്സ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഒന്ന് ഡയറക്ട്രിക്സ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വെർട്ടിക്കൽ ലൈനെയാണ് നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ടേം വരുന്നത് ആക്സിസ് ആണ്. ഈ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് നമ്മളുടെ എലിപ്സിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസ് നമ്മളുടെ എലിപ്സുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകളെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വി എന്നുള്ള ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് വെർട്ടെക്സുകളും ഉണ്ട്. ഇനി നമ്മുടെ എലിപ്സിന്റെ ജിയോമെട്രിക് സെന്റർ ആണ് ഈ കാണുന്ന O എന്ന് പറയുന്ന പോയിന്റ്. നമുക്കിനി ആക്സിസ് തന്നെ രണ്ട് ആക്സിസുകൾ ഉണ്ട്. അപ്പൊ ഈ കാണുന്ന ആക്സിസിനെ വി ഡാഷ് എന്ന് പറയുന്ന ഈ ആക്സിസിനെ മേജർ ആക്സിസ് എന്ന് പറയും. അതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഈ നമ്മുടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളുടെ ജിയോമെട്രിക് സെന്ററിലൂടെ കടന്നു പോകുന്ന വേറൊരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസിനെ നമ്മൾ മൈനർ ആക്സിസ് എന്നും പറയും. അതുപോലെ നമ്മുടെ എലിപ്സിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് കോഡ്. ഇനി ഇതുപോലെ നമ്മൾ ഏതെങ്കിലും രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കോഡുകളെ പറയുന്ന പേരാണ് ഫോക്കൽ കോഡ്. അതുപോലെ ഓർഡിനേറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓർഡിനേറ്റ് എന്ന് പറയുന്നത് അതൊരു ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ ആക്സിസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ എലിപ്സിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ എല്ലാം ഓരോ ഓർഡിനേറ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഓർഡിനേറ്റ്, ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓർഡിനേറ്റ് എന്ന് പറയും. ഇനി ഈ ഒരു ലെങ്ത് ഇതിന്റെ ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ എലിപ്സിലെ ഈ ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആക്സിസ് വഴി കടന്ന് അത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് കടന്നുപോയി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോയിന്റിലേക്ക് എലിപ്സിലെ തന്നെ മറ്റൊരു പോയിന്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയും. ഇനി ആ ഡബിൾ ഓർഡിനേറ്റ് തന്നെ ഫോക്കൽ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ ലാറ്റസ് റെക്ടം എന്ന് പറയും. ഇനി നമുക്ക് ഈ എലിപ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഈ എലിപ്സ് എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു കർവിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എലിപ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എലിപ്സിനെ തന്നെ ശരിക്കും നമുക്ക് രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ ഇങ്ങനെയാണ്: An ellipse is defined as the locus of a point moving in a plane in such a way that its distance from a fixed point called focus is always less than its distance from a fixed line called directrix. ഇതാണ് ഇതിലെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഈ എലിപ്സിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് നമ്മളുടെ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മളുടെ ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കസിൽ നിന്ന് നമ്മൾ അതിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ ഡയറക്ട്രിക്സ്. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ മറ്റൊരു ടേമായിട്ട് പറയും, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതൊരു കർവും കോണിക് സെക്ഷനിലെ ഏതൊരു കർവിനും നമുക്ക് ഇങ്ങനെ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എക്സെൻട്രിസിറ്റി. അപ്പൊ ഈ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ നമ്മുടെ ആ ഒരു കർവിന്റെ പോയിന്റിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ലെങ്ത് ഡിവൈഡഡ് ബൈ ആ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ലെങ്ത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് എഴുതാം. എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു വി എഫ്
ഡിവൈഡഡ് ബൈ വി എ. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പോയിന്റാണ് എടുക്കുന്നതെങ്കിൽ ഫോക്കസിൽ നിന്നുള്ള ലെങ്ത് ഡിവൈഡഡ് ബൈ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ എലിപ്സിന്റെ കേസിൽ ആൾവേസ് ലെസ് ദാൻ 1 ആണ്. അതിനെ തന്നെയാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതും. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് എലിപ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിങ്ങനെയാണ്: An ellipse can be defined as a curve traced out by a point moving in a plane in such a way that the sum of its distance from two fixed points called foci is a constant. അപ്പോൾ നമുക്ക് അങ്ങനെയും എന്ത് ചെയ്യാം, എലിപ്സിനെ ഡിഫൈൻ ചെയ്യാം. ആ ഒരു പോയിന്റ്, ആ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്: നമ്മളുടെ എലിപ്സിലെ ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് രണ്ട് ഫോക്കസ് ഉണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ആ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസുകൾ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോക്കസുകളിലേക്കുള്ള ഡിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു എലിപ്സിലെ ഏത് പോയിന്റിൽ നിന്ന് ഇതുപോലെ രണ്ട് ഫോക്കസിലേക്ക് ഡിസ്റ്റൻസ് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇതുപോലെ ഫോക്കസിൽ നിന്ന്, രണ്ട് ഫോക്കസിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസുകൾ കൂട്ടിയാൽ ഒരു കോൺസ്റ്റന്റ് കിട്ടുന്ന, അതുപോലെയുള്ള ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സുകളുടെ ഒരു കൂട്ടത്തിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലോക്കസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന രണ്ട് തരത്തിൽ നമ്മൾ എലിപ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എലിപ്സ് വരയ്ക്കാനുള്ള മെത്തേഡുകളെ പറ്റിയിട്ട് സംസാരിക്കാം. എലിപ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കാണുന്ന എലിപ്സ് വരച്ചിരിക്കുന്നത് എക്സെൻട്രിസിറ്റി മെത്തേഡ് വഴിയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് വീണ്ടും 3 തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 മെത്തേഡായി അല്ലേ, എക്സെൻട്രിസിറ്റി മെത്തേഡും അതുപോലെ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡും. ഇനി നമുക്ക് റെക്ടാങ്കുലർ മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിൽ എലിപ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ പാരലലോഗ്രാം മെത്തേഡ് വെച്ചിട്ടും നമുക്ക് എലിപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ 4 തരത്തിൽ നമ്മൾ എലിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഒരു എലിപ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് എക്സെൻട്രിസിറ്റി മെത്തേഡാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1. Focus of an ellipse is at a distance of 60 mm from its directrix. Draw the ellipse. Given the eccentricity as 3/5. Draw a tangent and a normal at a point 30 mm from the center of the ellipse. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഫോക്കസ് ഉണ്ട്. ആ ഫോക്കസ് 60 mm, ഡയറക്ട്രിക്സിൽ നിന്ന് 60 mm മാറിയിട്ടാണ് നമ്മുടെ ഫോക്കസ് ഇരിക്കുന്നത്. അതുപോലെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 3/5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സെൻട്രിസിറ്റി 3/5, അതായത് ലെസ് ദാൻ 1 ആയിട്ടുള്ള ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഇനി എലിപ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എലിപ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തത് നമ്മൾ ഈ 2 കണ്ടീഷൻ വെച്ചിട്ടുള്ള ഒരു എലിപ്സ് ആണ് വരയ്ക്കേണ്ടത്. എലിപ്സ് വരച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ടാൻജന്റും, അതായത് എലിപ്സിന്റെ സെന്ററിൽ നിന്ന് 30 mm മാറിയിട്ടുള്ള ഒരു പോയിന്റിൽ എലിപ്സിന് ഒരു ടാൻജന്റും വരയ്ക്കണം, ഒരു നോർമലും വരയ്ക്കണം. ഇത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇനി അതെങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഡയറക്ട്രിക്സ് വരയ്ക്കാം. വെർട്ടിക്കലി ഒരു ലൈൻ വരയ്ക്കുക. അതിനാണ് നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടറിന്റെ സഹായമില്ലാതെ തന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാൻ പറ്റും. അതുപോലെ പാരലൽ ലൈൻസും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. ഡയറക്ട്രിക്സ് ആണ്. അതിലൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, പോയിന്റ് എ. ഈ പോയിന്റിൽ നിന്നാണ് ഞാൻ ഇനി ആക്സിസ് വരയ്ക്കാൻ പോകുന്നത്. ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക, അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിടുക. അതാണ് നമ്മളുടെ ആക്സിസ്. അപ്പോൾ ഞാൻ അതിനകത്ത് ആക്സിസും വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോക്കൽ പോയിന്റ്, ഫോക്കസ് എവിടെയാണെന്ന് മാർക്ക് ചെയ്യണം. അത് ഈ ഡയറക്ട്രിക്സിൽ നിന്ന് 60 mm മാറിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 60 mm മെഷർ ചെയ്തെടുക്കുക. ഇതാണ് നമ്മളുടെ ഫോക്കസ്. അത് ഞാൻ അവിടെ F എന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ വെർട്ടെക്സ് പോയിന്റ് കണ്ടുപിടിക്കണം.
ഈ രണ്ട് പോയിന്റിന്റെ എയുടെയും എഫിന്റെയും ഇടയിലായിട്ടാണ് നമ്മളുടെ വെർട്ടെക്സ് പോയിന്റ് വരിക. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ എക്സെൻട്രിസിറ്റി തന്നിരിക്കുന്നത്. എക്സെൻട്രിസിറ്റി ഇവിടെ 3/5 ആണ്. അപ്പൊ ഇനി അത് വെച്ചിട്ട് നമ്മൾ വെർട്ടെക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? VF ഡിവൈഡഡ് ബൈ VA ഈക്വൽ ടു എക്സെൻട്രിസിറ്റി എന്നായിരുന്നു. ഇവിടെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 3/5. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇടയിലൊരു പോയിന്റ് ആണ് നമ്മുടെ V. ആ വിയിൽ നിന്ന് എഫിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ റേഷ്യോ ആണ് 3/5. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതിന്റെ ഇടയിൽ ഈ റേഷ്യോ പ്രകാരം നമ്മുടെ V എന്ന് പറയുന്ന വെർട്ടെക്സ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ തന്നിരിക്കുന്ന 3/5 ആ ഫ്രാക്ഷണൽ വാല്യൂവിലുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 3 + 5 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ ഈ 8 എന്ന് പറയുന്ന നമ്പർ എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് AF എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തിനെ ഇവിടെ കിട്ടിയിരിക്കുന്ന 8 നമ്പർ ഓഫ് ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 8 ഈക്വൽ പാർട്ടായിട്ട് AFനെ ഡിവൈഡ് ചെയ്യാണ് അടുത്ത് ചെയ്യേണ്ടത്. ഒരു ലൈനിനെ നമ്മൾ എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. AFനെ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ V എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ വിയിൽ നിന്ന് എഫിലേക്കുള്ള ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾ എഫിൽ നിന്ന് 3 ഡിവിഷൻ 1, 2, 3 ഡിവിഷൻ മാറിയിട്ട് ഇവിടെയാണ് നമ്മളുടെ V എന്ന് പറയുന്ന വെർട്ടെക്സ് പോയിന്റ് വരുന്നത്. ഓക്കെ, ഇതാ ഈ പോയിന്റ് എൻ്റെ ലെഫ്റ്റിലേക്കാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വെർട്ടെക്സ് പോയിന്റ് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഡിവിഷൻ, ഇങ്ങോട്ട് 3 ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റായി. അപ്പോൾ നമ്മൾക്ക് വെർട്ടെക്സ് പോയിന്റ് കിട്ടി. ഇനി ബാക്കി നമ്മളുടെ എലിപ്സിലെ പോയിന്റ്സിലെല്ലാം കണ്ടുപിടിക്കണം. ഇനി ബാക്കി നമ്മളുടെ എലിപ്സിലെ പോയിന്റ്സ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇതാണ്. V കിട്ടിക്കഴിഞ്ഞാൽ വിയിലൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. വിയിൽ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചതിന് ശേഷം കോമ്പസ് എടുക്കുക. കോമ്പസിനകത്ത് VF ഡിസ്റ്റൻസ് മെഷർ ചെയ്തെടുക്കുക. അതിനുശേഷം V സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ വരച്ച പെർപെൻഡിക്കുലർ ലൈനിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് നമ്മളുടെ വെർട്ടിക്കൽ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് E. ഇനി സ്കെയിൽ എടുക്കുക. AE ജോയിൻ ചെയ്ത് ഇയിൽ നിന്ന് വീണ്ടും അതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ വഴി പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക. കുറച്ചങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണതാണ് നല്ലത്. ഇനി ചെയ്യേണ്ടത് വിയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യലാണ്. ഈ പോയിന്റ്സ് ഇക്വിഡിസ്റ്റൻസ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോയിന്റുകളൊക്കെ സെലക്ട് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇക്വിഡിസ്റ്റൻസ് ആയിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഏത് ഡിസ്റ്റൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിൽ തന്നെ അല്ലാതെയും നിങ്ങൾക്കിത് വരയ്ക്കാം. ഇനി പോയിന്റ്സിനെ പേര് കൊടുക്കുക. 1, 2, 3, 4, 5, 6 ആ ഒരു ഓർഡറിൽ പേര് കൊടുത്തിടുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്സിൽ നിന്നെല്ലാം വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. നമ്മൾ AE എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിരിക്കുന്ന ആ ലൈനിൽ മീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. അത് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമല്ല, ഇവിടുന്ന് താഴേക്കും എക്സ്റ്റെൻഡ് ആവുന്ന രീതിയിലുള്ള വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക.
ഓക്കെ. ഇനി ഈ വെർട്ടിക്കൽ ലൈൻസ് എയുമായിട്ട് ജോയിൻ ചെയ്യുന്ന പോയിന്റ്സിനെ ഇപ്പോൾ 1 എന്നുള്ള ലൈനിലൂടെ അല്ലെങ്കിൽ 1 എന്നുള്ള പോയിന്റിലൂടെ വന്ന ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 1' എന്ന് വിളിച്ചു. 2ലൂടെ വരുന്നതിനെ 2' എന്ന് വിളിച്ചു. ആ രീതിയിൽ നമ്മൾ ആ മുകളിൽ വരുന്ന പോയിന്റ്സിനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. കോമ്പസിൽ ഈ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടല്ലോ, അപ്പോൾ 1, 1' ഈ ഒരു ലെങ്ത് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തെടുക്കുക. അതിനുശേഷം ഫോക്കൽ പോയിന്റ് നമ്മുടെ ഫോക്കസ് സെന്റർ ആക്കി വെച്ചുകൊണ്ട് ഈ ഡിസ്റ്റൻസ് നമ്മുടെ കോമ്പസിൽ എടുത്തുകൊണ്ട് 1, 1' എന്ന് പറയുന്ന ആ ലൈനിൽ തന്നെ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുക. അത് മുകളിൽ മാത്രം പോരാ, അതേ സെയിം ലൈനിൽ തന്നെ ഇവിടെ താഴെയും ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഇത് നമ്മൾ ടോപ്പിൽ മീറ്റ് ചെയ്ത പോയിന്റിനെ നമ്മൾ P1 എന്ന് വിളിച്ചു. ഓക്കെ, ഇതും നമ്മുടെ P1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് എന്ത് ചെയ്യുക, നമ്മൾ 2, 2' എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത് നമ്മുടെ കോമ്പസിൽ എടുക്കുക. എഗെയിൻ ഫോക്കസ് സെന്റർ ആക്കി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണോ, ഏത് ലൈനിൽ നിന്നാണോ നമ്മൾ മെഷർമെന്റ് എടുത്തത് ആ ലൈനിൽ തന്നെ മുകളിലും താഴെയായിട്ട് ആർക്ക് കട്ട് ചെയ്യുക. ഇനി 3, 3' പോകുന്നതെങ്കിൽ 3, 3' നമ്മുടെ കോമ്പസിൽ എടുക്കുക. എഗെയിൻ സെന്റർ ആക്കി വെക്കേണ്ടത് നമ്മുടെ ഫോക്കസ് ആണ്. ഫോക്കസ് സെന്റർ ആക്കി വെക്കുക. 3, 3' മുകളിലും താഴെയുമായിട്ട് ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. 2, 2' കോമ്പസിൽ എടുത്തു, ഫോക്കസിൽ സെന്റർ ആക്കി വെച്ചു. അതേ ലൈനിൽ 2, 2' തന്നെ നമ്മൾ മുകളിലും താഴെയുമായിട്ട് ആർക്ക് കട്ട് ചെയ്തു. സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ വെർട്ടിക്കൽ ലൈൻസിൽ ആർക്ക് കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സിനെ P1 നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തു, P2, P3 അങ്ങനെ ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളുടെ എലിപ്സിലെ പോയിന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ വെർട്ടിക്കൽ ലൈൻസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ ഈ പോയിന്റ്സിനെല്ലാം കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എലിപ്സ് കിട്ടും. വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു കർവാണ്, സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ട് കണക്ട് ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ എലിപ്സായി. ഇത് കഴിവതും നമ്മൾ മായ്ച്ച് വരച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ വരയ്ക്കാതിരിക്കുക. ഒറ്റ തവണ കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. നിങ്ങളത് മായ്ച്ച് വീണ്ടും വരച്ച് അങ്ങനെ ആ ഒരു രീതിയിലാവുമ്പോൾ ഇതിൻ്റെ നീറ്റ്നെസ് പോവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എലിപ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഫോക്കസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു ഫോക്കസ് കൂടി ഉണ്ട് നമ്മുടെ എലിപ്സിന്. അപ്പോൾ ആ ഫോക്കസ് കൂടി മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിന് നമുക്കൊരു ഡിവൈഡർ യൂസ് ചെയ്യാം. യൂസ് ചെയ്തുകൊണ്ട് VF എന്നുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഡിവൈഡറിൽ മെഷർ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ രണ്ടാമത്തെ വെർട്ടെക്സ് പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മളുടെ സെക്കൻഡ് ഫോക്കസ് പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ F' എന്ന് വിളിക്കാം.
ഈ വെർട്ടെക്സ് പോയിന്റിനെ വി ഡാഷ് എന്നും വിളിക്കാം. ഇനി വിയെ മെഷർ ചെയ്തെടുത്തിട്ട് നമ്മൾ വി ഡാഷിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മളുടെ ആക്സിസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതാണ് നമ്മളുടെ എ ഡാഷ്. ഈ എ ഡാഷിലൂടെ നമുക്ക് ഒരു ഡയറക്ട്രിക്സ് കൂടി വരയ്ക്കാൻ പറ്റും. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ കൂടി വരച്ചാൽ മതി. ഈ ഡയറക്ട്രിക്സിന് നമ്മൾ ഡി ഡാഷ് എന്ന് പേര് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വി ഡാഷ് ആണ് നമ്മളുടെ മേജർ ആക്സിസ്. ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈനർ ആക്സിസ് ആവും. ഈ രണ്ട് ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ എലിപ്സിന്റെ സെന്റർ. അപ്പോൾ ഇതിന്റെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒന്ന് വരയ്ക്കാം. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മുടെ എലിപ്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ ബി ഡാഷ് എന്ന് വിളിച്ചു. അപ്പോൾ ബി ഡാഷ് ആണ് നമ്മളുടെ മൈനർ ആക്സിസ്. മേജർ ആക്സിസും മൈനർ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മളുടെ സെന്റർ, ജിയോമെട്രിക് സെന്റർ ഓഫ് എലിപ്സ്. അതിന് നമ്മൾ ഒ എന്നും പേര് കൊടുത്തു. അപ്പോൾ നമ്മളെ എലിപ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ജിയോമെട്രിക് സെന്ററിൽ നിന്ന് 50 mm മാറിയിട്ട് ഒരു ഡിസ്റ്റൻസിൽ ഉള്ള ഒരു പോയിന്റിലേക്ക് നമ്മളൊരു ടാൻജന്റ് കൂടി വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ കോമ്പസിനകത്ത് ഒരു 50 mm മെഷർ ചെയ്തെടുക്കുക. അങ്ങനെ 50 mm മെഷർ ചെയ്തതിന് ശേഷം സെന്ററിൽ നിന്ന് O സെന്റർ ആക്കിക്കൊണ്ട് നമ്മുടെ എലിപ്സിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. ആ പോയിന്റിനെ ഞാൻ പി എന്ന് പേര് കൊടുത്തു. ഇനി പിയിൽ നിന്ന് നമ്മളുടെ ആ പിയിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഫോക്കസിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പൊ നമുക്ക് പി എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു ലൈൻ കിട്ടി. എഫ് ഡാഷിൽ വെച്ചിട്ട് നമ്മൾ പി എഫ് ഡാഷിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമ്മുടെ ഡയറക്ട്രിക്സിലേക്ക് വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ലൈൻ നമ്മുടെ ഡയറക്ട്രിക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ടി. ഇത് രണ്ടും എഫ് ഡാഷ് ടിയും അതുപോലെ എഫ് ഡാഷ് പിയും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ടി എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ടിയും അതുപോലെ നമ്മുടെ പിയും തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന ലൈനാണ് നമ്മളുടെ പി എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റ് ലൈൻ. ഈ പോയിന്റിനെയും ഞാൻ ടി എന്ന് വിളിച്ചു. അപ്പോൾ ടി പി ടി ഈ ലൈനാണ് നമ്മുടെ ടാൻജന്റ് ലൈൻ. ഇനി ഇതിനൊരു നോർമൽ വേണം. ഇതിന്റെ നോർമൽ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിന് ടി പി ടി എന്ന് പറയുന്ന ഈ ടാൻജന്റ് ലൈനിന് ഈ പോയിന്റിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളുടെ നോർമൽ ലൈനും വരയ്ക്കാം. ആ ലൈനിന്റെ രണ്ടറ്റത്തും ഞാൻ എൻ എന്ന് പേര് കൊടുത്തു. അപ്പോൾ നമ്മുടെ ടി പി ടി ഇതാണ് നമ്മളുടെ ടാൻജന്റ് ലൈൻ. അതുപോലെ എൻ പി എൻ ഇതാണ് നമ്മളുടെ നോർമൽ ലൈൻ. ഈ രണ്ട് ലൈൻസും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മളൊരു എലിപ്സും ക്രിയേറ്റ് ചെയ്തു. ആ എലിപ്സിന് ഒരു ടാൻജന്റ് ലൈൻ വരച്ചു. അതുപോലെ തന്നെ അതിന് ഒരു നോർമൽ ലൈനും വരച്ചു.